നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 39 അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ 9 ആണ്ടിൽ 10 മാസത്തിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസറും അവന്റെ സകല സൈന്യവും യെരൂശലേമിന് നേരെ വന്നതിനെ നിരോധിച്ചു. സിദെക്കീയാവിന്റെ 11 ആണ്ടിൽ 4 മാസം 9 തീയതി നഗരത്തിന്റെ മതിൽ ഒരിടം ഇടിച്ച് തുറന്ന് ബാബേൽ രാജാവിന്റെ സകല പ്രഭുക്കന്മാരുമായ നേർഗൽ ഗസേരും സംഘർ നെബോവും സർസഖീമും രബ്സാരീസും നേർഗൽ ശരേസറും റബ്മാഗും ബാബേൽ രാജാവിന്റെ ശേഷം പ്രഭുക്കന്മാരൊക്കെയും അകത്ത് കടന്നു നടുവിലത്തെ വാതുക്കൽ ഇരുന്നു. യഹൂദ രാജാവായ സിദെക്കീയാവും എല്ലാ പടയാളികളും അവരെ കണ്ടപ്പോൾ ഓടിപ്പോയി. അവർ രാത്രിയിൽ രാജാവിന്റെ തോട്ടം വഴിയായി 2 മതിലുകൾക്കും നടുവിലുള്ള വാതിൽകൾ കൂടി നഗരത്തിന് പുറത്ത് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് അരാബ വഴിക്ക് പോയി. കൽദയരുടെ സൈന്യം അവരെ പിന്തുടർന്നു. യെരിഹോ സമഭൂമിയിൽ വെച്ച് സിദെക്കീയാവോടൊപ്പം എത്തി അവനെ പിടിച്ചു. ഹമാത്ത് ദേശത്തിലെ രിബ്ളായിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വിധി കൽപ്പിച്ചു. ബാബേൽ രാജാവ് രിബ്ളായിൽ വെച്ച് സിദെക്കീയാവിന്റെ പുത്രന്മാരെ അവൻ കാൺകെ കൊന്നു. യഹൂദ കുലീനന്മാരെ ഒക്കെയും ബാബേൽ രാജാവ് കൊന്നുകളഞ്ഞു. അവൻ സിദെക്കീയാവിന്റെ കണ്ണ് പൊട്ടിച്ച് അവനെ ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ചങ്ങലയിട്ട് ബന്ധിച്ചു. കൽദയർ രാജഗൃഹത്തെയും ജനത്തിന്റെ വീടുകളെയും തീവച്ച് ചുട്ടു. യെരൂശലേമിന്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞു. നഗരത്തിൽ ശേഷിച്ച ജനത്തെയും തന്റെ പക്ഷം ചേരുവാൻ ഓടി വന്നവരെയും ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും അവരുടെ നായകനായ നെബൂസരാൻ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവരെ അകമ്പടി നായകനായ നെബൂസരാൻ യഹൂദദേശത്ത് പാർപ്പിച്ചു. അവർക്ക് അന്ന് മുന്തിരിത്തോട്ടങ്ങളും നിലങ്ങളും കൊടുത്തു. യിരെമ്യാവെക്കുറിച്ച് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അകമ്പടി നായകനായ നെബൂസരാനോട്, നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടിവെച്ച് അവനോടൊരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്ക എന്ന് കൽപ്പിച്ചിരുന്നു. അങ്ങനെ അകമ്പടി നായകനായ നെബൂസരാനും നെബൂശബ്ബാനും റബ്സാരീസും നേർഗൽ ശരേസറും റബ്മാഗും ബാബേൽ രാജാവിന്റെ സകല പ്രഭുക്കന്മാരും കൂടെ ആളയച്ച് യിരെമ്യാവെ കാവൽപ്പുരമുറ്റത്തുനിന്ന് വരുത്തി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ടതിന് ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തിന്റെ ഇടയിൽ പാർത്തു. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്ന കാലത്ത് യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായിരുന്ന, നീ ചെന്ന് കൂശ്യനായ ഏബേദ് മേലേക്കിനോട് പറയേണ്ടത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ വചനങ്ങളെ ഈ നഗരത്തിനു മേൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര നിവർത്തിക്കും. അന്ന് നീ കാണുക അവ നിവൃത്തിയാകും. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും. നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കുകയില്ല. യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ വിടുവിക്കും. നീ വാളാൽ മരിക്കുകയില്ല. നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ആയിരിക്കും. നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. കൽദയർ യെരൂശലേം കീഴ്പ്പെടുത്തുമെന്ന് യിരെമ്യാവ് മൂലമുണ്ടായ ദൈവ അരുളപ്പാട് സിദെക്കീയാവ് വിശ്വസിച്ചെങ്കിലും പ്രഭുക്കളെ ഭയപ്പെട്ട് കൽദയരെ സമീപിക്കാനോ കീഴ്പ്പെടാനോ തയ്യാറായില്ല. സിദെക്കീയാവിന്റെ ഭരണത്തിന്റെ 9 ആണ്ടിൽ കൽദയർ നിരോധിച്ചു. 11 ആണ്ടിൽ മതിലിടിച്ച് അകത്ത് കടന്നു. സിദെക്കീയാവും സൈന്യവും ഓടിയെങ്കിലും യെരിഹോവിൽ വെച്ച് പിടിക്കപ്പെട്ടു. അവർ ബന്ധിതരായി ബാബേൽ രാജസ്ഥാനത്തെ ചെല്ലേണ്ടി വന്നു. സിദെക്കീയാവിന്റെ കൺമുമ്പിൽ മക്കളെയും മറ്റു പ്രഭുക്കന്മാരെയും കൊന്നു. സിദെക്കീയാവിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അവനെ ബന്ധനസ്ഥനാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. യെരൂശലേമിൽ അവർ തീയിട്ടു, മതിലിടിച്ചു, ജനത്തെ കൊന്നു. കൽദയപക്ഷം ചേർന്നവരെ ബാബേലിലേക്ക് കൊണ്ടുപോയി. വെറും ദുർബലരായ ആളുകളെ മാത്രം ഇവിടെ ഉപേക്ഷിച്ചു. അവർ ഇവിടെ കുടിപാർക്കാനായിട്ട് അനുവദിച്ചു. ബാബേൽ രാജാവിന്റെ കൽപ്പന പ്രകാരം യിരെമ്യാവെ സ്വതന്ത്രനാക്കി യിരെമ്യാവിന്റെ വീട്ടിലേക്ക് അയച്ചു. രാജകൊട്ടാരത്തിലെ സ്വാധീനം ഉപയോഗിച്ച് യിരെമ്യാവിന് സഹായം ചെയ്ത കൂശ്യനായ ഏബേദ് മേലേക്കിനെ ദൈവം മറന്നില്ല. യിരെമ്യാവിലൂടെ ഒരു പ്രവചനം അവന് ലഭിച്ചു. കൽദയർ ഒരിക്കലും നിന്നെ ആക്രമിച്ച് നിന്നെ കൊല്ലുകയില്ല. നിന്റെ ജീവനെ ഞാൻ കാക്കും. കാരണം നീ എന്നെ സ്നേഹിച്ചവനാണ്. നീ ദൈവദാസനെ സ്നേഹിച്ചവനാണ്.
ഇബ്രാഹിം 6:10 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവൻ അല്ല. അതുപോലെ നമ്മൾ പൗലൂസിൻ്റെ സഹപ്രവർത്തകരായ ചിലരെക്കുറിച്ച് ഫിലേമോന്റെ ലേഖനത്തിൽ, പ്രത്യേകിച്ച് ഫിലേമോനെ കുറിച്ച് വായിക്കുന്നുണ്ട്: നീ പലരുടെ ഹൃദയം തണുപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തരുന്ന സാധ്യതകൾ ഉപയോഗിച്ച് ദൈവദാസന്മാരെ ബഹുമാനിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ദൈവം മറക്കത്തില്ല. മോശയെ ശുശ്രൂഷിച്ച യോശുവയെ ദൈവം മോശയേക്കാൾ ഉന്നതനാക്കി. സൂര്യനെയും ചന്ദ്രനെയും നിശ്ചലമാക്കിയത് യോശുവയായിരുന്നു. അതുപോലെ ഏലിയാവിനെ ശുശ്രൂഷിച്ച ഏലീശയെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യത്തക്കവണ്ണം ദൈവം ഉയർത്തുവാൻ ഇടയായി. അതുകൊണ്ട് ദൈവദാസന്മാരെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകാനും അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും തയ്യാറാകുമെങ്കിൽ അത് നമ്മുടെ ഉയർച്ചയ്ക്ക് അനുഗ്രഹത്തിന് കാരണമാകും. ദൈവം അത് മറക്കത്തില്ല. നമ്മുടെ മക്കൾക്കും അതിൻ്റെ നന്മയുണ്ടാകുമെന്നൊരു പാഠമാണ് ഈ ഏബേദ് മൂലമൊക്കെ നമുക്ക് നൽകുന്നത്. സിദെക്കീയ രാജാവിൻ്റെ മക്കൾ എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടെങ്കിലും ഈ ഷണ്ണൻ സുരക്ഷിതനായി. അതാണ് ദൈവകരുണയുടെ ധനമഹാത്മ്യം. കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിൻ്റെ ദാസന്മാരെ ബഹുമാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.